ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തണ്ണീർപ്പന്തൽ. ഇന്ന് നമ്മൾ തണ്ണീർപ്പന്തലിൽ ഒരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. വേറെ ആരുമല്ല, വാ കാണിക്കാം. ഇതാണ് അശ്വിൻ, എൻ്റെ അച്ചു. ഇവനാണ് തണ്ണീർപ്പന്തലിൻ്റെ സ്ട്രക്ചറൽ ആർക്കിടെക്റ്റ് അല്ലേ? ഇതാ കണ്ടോ, അത് ഈ സംഭവങ്ങളെല്ലാം പണിതുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അച്ചുക്കുട്ടനാണ്. കണ്ടോ, നമ്മുടെ തണ്ണീർപ്പന്തലിലെ റിനോവേഷൻ നടക്കുകയാണിപ്പോൾ. അപ്പം അച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് അച്ഛന് സ്പെഷ്യലായിട്ടൊരു കാടക്കോഴി ചട്ടി മസാല റെഡിയാക്കി കൊടുക്കാം. ഇഷ്ടമല്ലേ കാടക്കോഴി ചട്ടി മസാല? ഇഷ്ടം. കൂടെ കഴിക്കാൻ കള്ളപ്പം. എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റമാണ് കള്ളപ്പം. കള്ളപ്പവും കാടക്കോഴി ചട്ടി മസാലയും. എന്നാൽ നീ ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിക്കോ, ഞാൻ പോയി ഷൈമേച്ചേക്കൊണ്ട് കിച്ചണിൽ പോയി റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അച്ചുകുട്ടനായിട്ടുള്ള കാടക്കോഴി ചട്ടി മസാല പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷൈമ ചേച്ചി, ഇനി ചേച്ചി ഇതെന്തൊക്കെയാണ് നമ്മളോട് റെഡിയാക്കിയിരിക്കുന്നത്? കാട നല്ലപോലെ വൃത്തിയാക്കി കഴുകി നമ്മുടെ മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെ മസാലയാണ് ചേച്ചി? ഇപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഗരം മസാല, പിന്നെയോ ഇനി ഇതിൻ്റെ മസാലക്കൂട്ടാണ് നമ്മുടെ തണ്ണീർപ്പന്തൽ സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി സവോള. ഇത് തേങ്ങാപ്പാലിലെ ക്യാഷ് വരച്ച്. ഇനി എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? യെസ്. വെളിച്ചെണ്ണ ആക്കിക്കൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഫ്രൈ ചെയ്തെടുക്കണം. കാടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഗ്രേവി റെഡിയാക്കുന്നത്. നമുക്ക് കാട ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. കാട ഫ്രൈ ഇത് മൂടി വെച്ച് മൂടി വെച്ച് അനുവേ അങ്ങനെ ഗ്രേവിയുടെ പരിപാടി. നമുക്ക് ഗ്രേവി അങ്ങ് സെറ്റ് ആക്കിയേക്കാം. അപ്പം നമ്മുടെ കാട അങ്ങ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഗ്രേവി സെറ്റ് ആവും. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് നമുക്ക് ക്യാഷ് ഇട്ടേക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ചെറുങ്ങനെ അരിഞ്ഞത്. ചെറിയ സവാള അരിഞ്ഞത്. അതെ ചേച്ചി, നമ്മുടെ കാടക്കുട്ടൻ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇതുവേ കാട ഫ്രൈ ശരിയായിട്ടുണ്ട്. വെച്ചേക്കാതെ പരുവത്തിൽ വറുത്ത് പോയി ആക്കി വെക്കണം. ഇനി നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് മിക്സ് ചെയ്യുക അല്ലേ? നമ്മുടെ ഉള്ളി നല്ലപോലെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്താവേ. ഇത് സ്വല്പം മീറ്റ് മസാലയും ഗരം മസാലയും കൂടെയാണ്. ഇനി ഒരു ശകലം കരിവേപ്പിലയും കൂടെ ഇട്ടേക്കാം. ഇനി നമ്മുടെ മസാല ചേർക്കാം. നമ്മുടെ ഗ്രേവി ഇത് നമ്മുടെ തേങ്ങാപ്പാലും കാഷ്യും കൂടെ അരച്ച് ഇത് നമുക്കിത് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒന്ന് ലൂസാക്കി വെച്ചേക്കാവേ. ഇച്ചിരി ലൂസായിട്ട് വേണം ഗ്രേവി. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാട ഇതിനകത്തോട്ട് ഇടുക. ഇത് നല്ലപോലെ പരണ്ട് അതിനോട് ചേരണം. മല്ലിയിലിട്ട് വാങ്ങാതെ മല്ലിയിലും കൂടെ നമ്മുടെ കാട ചട്ടി മസാല റെഡി ആയിട്ടുണ്ട്. കാടക്കോഴി ചട്ടി മസാല റെഡി. നമ്മൾ അച്ചുക്കുട്ടിനെ സെർവ് ചെയ്യാനുള്ള കാടക്കോഴി ചട്ടി മസാലയും പിന്നെ അവന് ഈ കള്ളപ്പം നല്ല ഇഷ്ടമാണ്. അപ്പം നമ്മൾ കള്ളപ്പം എടുത്തിട്ടുണ്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അച്ഛൻ
ചട്ടി മസാല, കള്ളപ്പം, പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? പിന്നെ ഇതല്ലോ കല്ലുമ്മക്ക പൊരിച്ചത്. കണ്ണൂര് കോഴിക്കോടൊക്കെ നമുക്ക് നമ്മൾ കഴിച്ചില്ലേ ആ സാധനം. ഷൈനേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം വൈകുന്നേരത്തെ സ്നാക്കിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ അതും കൂടി ഉണ്ട്. എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഓ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. തക്കാളി റോസാ പോലെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ഷൈനേച്ചിയുടെ കാടക്കോഴി ചട്ടി മസാല. പിന്നെ വെള്ളം കുടിക്കണ്ടേ? കഞ്ഞിവെള്ളം മതിയോ? സുമേഷേ, സുമേഷേ, അതുകൂടെ ഉണ്ട്, കഞ്ഞിവെള്ളം വേണം. മിനറൽ വാട്ടർ വേണ്ട പോലും. ശരിയാകത്തില്ല. നോക്ക് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ഇഷ്ടമുള്ളത് പിടിച്ചോ. ഞാൻ ചൂടിൽ ആരാന്നറിയാമോ? വേറെ ആരുമില്ല, എന്റെ ആങ്ങളെയാട്ടോ. കഞ്ഞിവെള്ളം എത്തിയിട്ടുണ്ട്. ഇനി കഞ്ഞിവെള്ളം കിട്ടിയില്ലെന്ന് പറഞ്ഞ് കരയണ്ട. എല്ലാവരും അത്ഭുതങ്ങളൊക്കെ കഞ്ഞിവെള്ളം തരാൻ പോകും. സൂപ്പർ സൂപ്പർ കാട. ഇത് എന്താ പറയുന്നത്? കാടക്കോഴി ചട്ടി മസാല. ചട്ടി മസാല. കാരണം നമ്മുടെ കൂട്ടുകാരന്മാരോടൊക്കെ പറയണല്ലേ. അത് വേണം, നല്ല കാര്യമുള്ളൂ. നിനക്ക് രക്ഷപ്പെട്ടെ അവിടെ ഇത് ആദ്യം അവിടെ നിന്ന് കണ്ടിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് എന്താ പറയാ, ചെറുപ്പം മുതലേ ഞാൻ എന്താ പറയാ +2 കാലഘട്ടത്തിലൊക്കെ എനിക്ക് ചേച്ചിയാണ് വാരിത്തന്നാണ്. ഞാൻ ക്ലാസ്സിലൊക്കെ പോണ സമയത്ത് ഞാൻ വാരി കഴിച്ചേക്കണേക്കാളും കൂടുതൽ എനിക്ക് ചേച്ചിയാണ് വാരി തന്നേക്കണ ഭക്ഷണമൊക്കെ. അതൊരു വലിയ ഓർമ്മയാണ്. അപ്പൊ ഇത് ഞാനിങ്ങനെ എടുത്ത് കഴിക്കണേക്കാളും നല്ലത് ഇതെനിക്ക് അവളോട് തന്നെ വാരി തരാനാണ് പറയാനിഷ്ടം. സൂപ്പർ ഗൈസ്. പിന്നെ പന്തലിന്റെ കാടക്കോഴി ചട്ടി മസാല അച്ചുകൂടെ എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അതിന് അതേ കൂടെ കഞ്ഞിവെള്ളവും ടേസ്റ്റ് ചെയ്യണമെങ്കിൽ വരണേ. കണ്ണൂർ പന്തലിൽ നിങ്ങൾക്കായി വെൽക്കം ചെയ്യുന്നു കാടക്കോഴി ചട്ടി മസാല. അപ്പൊ ഒരുപാട് ഇഷ്ടം, ഒത്തിരി സ്നേഹം. എന്നാലും ഇനി നമുക്ക് തണ്ണീർ പന്തലിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.